മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും 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 പോക്കി മുഖ്യമന്ത്രിയാവുകയാണ്. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. അതായത് അർജന്റീന സ്പെയിൻ മത്സരം കാണാൻ അവധി വേണമെന്ന് രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ അർജന്റീനൻ ആരാധകരും സ്പെയിൻ ആരാധകരും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. കളി കഴിഞ്ഞ് പിന്നീട് കുട്ടികളെ രാവിലെ എണീച്ച് സ്കൂളിലേക്കൊക്കെ വിടാൻ സമയം ഉണ്ടാകുമോ അവർക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ആശങ്കകൾക്കൊക്കെ വിരാമം. മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. മത്സരം കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ, രാവിലെ സ്കൂളിലേക്ക് പോകണ്ട, കോളേജുകളിലേക്ക് പോകണ്ട. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരി, ഫുട്ബോൾ ആരാധകരുടെ, കാൽപന്ത് ആരാധകരുടെ ആ ആവശ്യം നമ്മുടെ മുഖ്യമന്ത്രി പരിഗണിക്കുന്നു. അതെ, ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ ഒരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ വേൾഡ് കപ്പ് ഫൈനൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ടൈമിംഗ് എങ്ങനെയാണ്. ഫൈനൽ മത്സരം നടക്കുന്നത്, ഫുട്ബോൾ മത്സരങ്ങൾ ഇതുവരെ നടന്ന സമയമൊക്കെ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫൈനൽ മത്സരം കണ്ടതിന് ശേഷം പിറ്റേ ദിവസം സ്കൂളിൽ പോകുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പലരും ആവശ്യപ്പെട്ടിരുന്നു, അവധി വേണം, ആ ദിവസം അവധി നൽകിയതിന് ശേഷം മറ്റൊരു അവധി ദിവസം അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം ക്ലാസ് ആക്കിക്കോട്ടെ എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വരുന്ന മറ്റൊരു ശനിയാഴ്ച തന്നെയായിരിക്കും ക്ലാസ് ഇതിന് പകരമായി വയ്ക്കുക. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ്, നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 12:30-ക്കാണ് ഈ മത്സരം, ഫൈനൽ മത്സരം നടക്കുന്നത്. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം കണ്ടതിന് ശേഷം സുഖമായി ഉറങ്ങട്ടെ. അർജന്റീനൻ ആരാധകര് അർജന്റീന ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി സന്തോഷമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ. അവർ സുഖമായി ഉറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞ് അടുത്ത ദിവസം പ്രൊഫഷണൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി അവധിയുണ്ട്. നമുക്കറിയാം ഹരി, ഇപ്പം കോളേജിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു ടെൻഷനുള്ള ദിവസമായിരുന്നു. കളി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീറ്റ് റെഡിയായി കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടെൻഷനൊന്നും ഇല്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ, കറണ്ട് കട്ടുണ്ടോ ഇല്ല, സ്കൂളിൽ പോണോ കോളേജിൽ പോണോ വേണ്ട. അതെ. പക്ഷെ ഒരു കാര്യമുണ്ട് ആര്യ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടനെ ഉത്തരവിറങ്ങും. ശരി, ഉടനെ തന്നെ ഉത്തരവിറങ്ങും. അപ്പോൾ മുഖ്യമന്ത്രി വാഹന മോഡിഫിക്കേഷനിൽ പൂക്കിയായി. പക്ഷെ അതൊക്കെ നടന്നോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതെന്തായാലും നടക്കും. കാരണം ഇന്ന് പുലർച്ചെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നു. കളി കണ്ട് കിടന്നുറങ്ങിക്കോളൂ, കളി കണ്ട് നിങ്ങളുടെ ടീം ജയിച്ചു ആഘോഷിക്കൂ, അർമാദിക്കൂ, അത് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ, രാവിലെ എണീറ്റ് സ്കൂളുകളിലേക്ക് പോകണ്ട എന്ന തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയാണ്.